ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാർ, റുവാണ്ടയിലെ ആ കൂട്ടക്കൊലയും കിബ്ഹോയിലെ മാതാവിൻ്റെയും ഈശോയുടെയും ദർശനങ്ങളും സന്ദേശങ്ങളും നമ്മൾ 2 തവണ കേട്ടു. 20 പേജ്. ഇന്ന് 21-ാമത്തെ പേജ് മുതലാണ് ഞാൻ വായിക്കുന്നതും പറയുന്നതും. നമ്മൾ നേരത്തെ കണ്ടുവച്ചു, സ്വപ്നത്തിലെ ഈ ഇമ്മാക്കുലി സഗദാശിയുടെ ഒരു ദർശനം കിട്ടുന്നതും ഭൂമിയെക്കുറിച്ചുള്ള, ലോകത്തെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ പെട്ടെന്ന് അറിയിക്കണമെന്ന് പറയുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ദർശനം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇമ്മാക്കുലി കണ്ണ് തുറന്നപ്പോൾ ആദ്യം ചെയ്തത് പേനയും പുസ്തകവും എടുത്ത് ഇത് എഴുതാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട ദർശനമുണ്ടല്ലോ, ഇമ്മാക്കുലിക്ക് വലിയ ആത്മീയ അനുഭൂതി ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. കാരണം അവൾ ബാല്യത്തിൽ ഈ സഗദാശിയുടെ ദർശനങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിരുന്നു. കിബ്ഹോയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇമ്മാക്കുലിക്ക് 11 വയസ്സായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങി. ഈ സഗദാശിയെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദൈവവചനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ സഗദാശിയെ പറയുമ്പോൾ കർത്താവിൻ്റെ അപ്പസ്തോലന്മാരുടെ അധരങ്ങളിൽ നിന്ന് കേൾക്കുന്ന പോലെയാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. അത്രയ്ക്കൊരു വലിയൊരു അനുഭവമാണ് ഈ സഗദാശി എന്ന ദർശകൻ പറയുമ്പോൾ, ഈ ബാലൻ. അതുപോലെ ഈശോ ആദ്യമായിട്ട് സഗദാശിയെ കണ്ടുമുട്ടുമ്പോൾ സഗദാശിക്ക് ഈശോ എന്ന ഒരാളെ കുറിച്ച് അറിയേയില്ല. കാരണം പഠിപ്പില്ല, വിവരവുമില്ല. പാവപ്പെട്ടൊരു ഗ്രാമത്തിലുള്ള ദരിദ്രനായ ഒരു കുഞ്ഞുകുട്ടിയാണ്. 1982 വേനൽക്കാലത്താണ് ഈശോ അവന് പ്രത്യക്ഷപ്പെടുന്നത്. അവന് യാതൊരു ഗുണങ്ങളും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഈശോ പ്രത്യക്ഷപ്പെടാൻ മാത്രം. അവൻ്റെ നിഷ്കളങ്കതയാണ് സന്ദേശവാഹകനായിട്ട് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്നാണ് പറയുന്നത്. അത് കാരണം ഈ സഗദാശിക്ക് ഈശോ കൊടുത്ത ദർശനങ്ങളിലൊക്കെ നമുക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടാകും, അതേപോലുള്ള സംശയങ്ങൾ സഗദാശിക്കുണ്ടായിരുന്നു. ഇതെല്ലാം അവൻ ഈശോയോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഈശോ ദൈവമാണ്, ഈ ദൈവത്തോട് ചോദിച്ച് എന്താ ഉണ്ടാവുക, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ആളുടെ ഹൃദയത്തിൽ തോന്നിയ എല്ലാ സംശയങ്ങളും നമ്മുടെ പോലെ തന്നെ നമുക്കങ്ങനെയല്ലേ. എത്ര വചനം, എത്ര ക്ലാസ്സുകളിൽ കൂടെ കേട്ടാലും നമ്മുടെ മനസ്സിൽ സംശയങ്ങളുണ്ടാവും. അങ്ങനെ തന്നെ സഗദാശിക്കുണ്ടായ സംശയങ്ങളെല്ലാം സഗദാശി ചോദിക്കുന്നുണ്ട്. അതിൽ ചില സംശയങ്ങളാണ്: ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? പിതാവിനെയോ പരിശുദ്ധാത്മാവിനെയോ ഈശോയെയോ മേരിയെയോ ആരെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്? ഞാൻ എൻ്റെ മാതാപിതാക്കളെയോ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നതിനേക്കാൾ അധികം അവിടുത്തെ സ്നേഹിക്കണമെന്ന് എന്തുകൊണ്ടാണ് ഈശോ പറയുന്നത്? ഇതാ ഇപ്പോൾ ഞാൻ അവിടുത്തെ കണ്ടതല്ലേ ഉള്ളൂ. ഇത്ര ഗൗരവതരമായ കാര്യങ്ങൾ എന്നോട് എന്തിനാണ് പറയുന്നത്? അവിടുന്ന് പറയുന്നത് പോലെ ഞാൻ എന്തിനാണ് ശത്രുക്കളെ സ്നേഹിക്കേണ്ടത്? ദൈവം തൻ്റെ ശത്രുവായ സാത്താനെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുപോലും സഗദാശിയെ ചോദിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ശത്രുവായ സാത്താനെ സ്നേഹിച്ചിട്ടില്ലല്ലോ എന്ന്. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള കുട്ടിയാണ് സഗദാശി. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കർത്താവ് കൊടുക്കുന്നുണ്ട്. ഈ ചോദ്യോത്തരങ്ങൾ കേട്ടിട്ട് ഇമ്മാക്കുലി ചിരിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഈശോയുടെ ഉത്തരങ്ങൾ വലിയ വഴിത്തിരിവായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇമ്മാക്കുലി പറയുന്നുണ്ട്, 100ഓളം ദിവസം ആയുധധാരികളായ കൊലപാതകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ കക്കൂസിൽ ഒളിച്ചിരുന്ന സമയത്ത് ഈ സന്ദേശങ്ങളാണത്രേ ഇമ്മാക്കുലിക്ക് ശക്തി പകർന്നിരുന്നത്. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ നേരിട്ട് ഈശോയിൽ നിന്ന് ലഭിച്ചതായതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തെ സൗഖ്യപ്പെടുത്തും, ആത്മാവിനെ ബലപ്പെടുത്തുകയും ചെയ്യും. ആരായാലും സഗദാശിയുടെ ജീവിതത്തിൽ സന്ദേശങ്ങൾ കേട്ടാൽ ജീവിതത്തിലെ ഏത് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയാൽ
പോയാലും പ്രത്യാശപരിധിയിലുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം കർത്താവായ ഈശോ അവരോട് അരുളി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ സഹിക്കുന്ന ഈ ക്ലേശങ്ങളേക്കാൾ 1000 മടങ്ങ് ക്ലേശങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രത്യാശ കൈവിടിയരുത്, എന്നെ മുറുകെ പിടിക്കുക, എൻ്റെ മേൽ ചാരുക എന്നാണ് ഈശോ പറഞ്ഞിരുന്നത്. അതുപോലെയുള്ള ഈ സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇമ്മാക്കുലിക്ക് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായ പോലെ തോന്നാറുണ്ടെന്ന്. അങ്ങനെ ഇമ്മാക്കുലി സകദേശയുടെ സന്ദേശങ്ങളെ വളരെയധികം അങ്ങോട്ട് ഉൾക്കൊണ്ടു. അത് ദൈവവചനം തന്നെയായിട്ട് സ്വീകരിച്ചു. കർത്താവ് എപ്പോഴും പറയുന്നൊരു കാര്യമാണത്രേ, ദൈവം നമ്മെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നാം വിളിച്ചാലുടൻ ഓടി വരും. നാം എല്ലാവരും സ്വർഗത്തിലെത്താനാണ് അവിടുന്ന് കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഹൃദയങ്ങളെ ഒരുക്കാൻ ഈശോ സകദാശി വഴിയായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഇനി വായിക്കാൻ പോകുന്നതൊക്കെ മനുഷ്യരാശിയെ ആകമാനം വേട്ടയാടാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചാണ്. സകദേഷ്യ നമ്മളോട് പങ്കുവെക്കുന്ന സുപ്രധാന സന്ദേശങ്ങൾ നാം നമ്മുടെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി വളരെ തിടുക്കത്തിൽ ഒരുങ്ങണം. സാവധാനം ഒരുങ്ങിയാൽ പോരാ, വളരെ തിടുക്കത്തിൽ ഒരുങ്ങണം. നാം സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നത് നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കണം. ഇതാണ് ഈശോ സകദേഷിയോട് പറയുന്നത്. പിന്നെ പറഞ്ഞത്, വരും വർഷങ്ങൾ കാലത്തിൻ്റെ അവസാനം, യുഗാന്ത്യം എന്നാണ് അറിയപ്പെടുക. അതായത് ഈ കാലഘട്ടം. ഇതേക്കുറിച്ച് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായ സൂചനയുണ്ട്. ഈ അറിവ് നമുക്ക് കിട്ടുമ്പോൾ, കാലത്തിൻ്റെ അവസാനത്തിലാണ്, നമ്മൾ യുഗാന്ത്യത്തിലാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരിക്കലും ആശങ്കയിലോ നിരാശയിലോ നിബദിക്കരുത് എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിക്കണം. കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചേക്കാം. ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള സന്ദേശങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, നാളെ ലോകം അവസാനിക്കുമെന്നോ മറ്റന്നാൾ ലോകം അവസാനിക്കുമെന്നോ അല്ല. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ലോകം അവസാനിച്ചാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരാൾ എന്നോട് പങ്കുവെച്ചു വാട്സാപ്പിൽ മെസ്സേജായിട്ട്, ഫോൺ വിളിച്ചിട്ടല്ല കേട്ടോ, മെസ്സേജായിട്ട് ഇട്ടു. അതായത് ഇങ്ങനെ ലോകം അവസാനിക്കാൻ പോകുന്നതൊക്കെ കേട്ടപ്പോൾ, ഇനിയിപ്പോൾ എന്തിനാ അകലേക്ക് പോകുന്നത്, ഇനി എന്തിനാ പൈസ ഉണ്ടാക്കുന്നത്? അങ്ങനെ ചിന്തിക്കാനല്ല. ഈ ഭൗതിക കാര്യങ്ങളും ഇതും തമ്മിൽ ഒരിക്കലും ചേർത്ത് വയ്ക്കരുത്. ഈശോ എപ്പോഴും നമ്മുടെ ആത്മാവിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ലോകാവസാനം വരുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ തന്നെ ലോകം അവസാനിക്കുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ദൈനംദിന ജീവിതങ്ങൾ ക്രമപ്പെടുത്തണം. അത് കൽപ്പനകൾ അനുസരിച്ചായിരിക്കണം എന്നേ ഉള്ളൂ. അല്ലാതെ ലോകം അവസാനിക്കാൻ പോകണ്ടേ, നമുക്ക് പഠിക്കൊന്നും വേണ്ട, സുഖമായിട്ട് ഇങ്ങനെ നടക്കാം, അപ്പനും അമ്മയൊക്കെ സമ്പാദിച്ച് വെച്ചിട്ടുള്ളതൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. അങ്ങനെ അപ്പനമ്മമാർ പറയും ഇനി ഒന്നും ചെയ്യണ്ട. അങ്ങനെ നിഷ്ക്രിയരായിരിക്കാൻ ഒരിക്കലും കർത്താവ് പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധ്യതകൾ വന്നു, നമ്മളങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, പോകാനിരിക്കുകയാണ്. നമ്മൾ പോകണം. എവിടെ വെച്ചായാലും ലോകം അവസാനിക്കുമല്ലോ. ലോകം എവിടെ വെച്ചാലും അവസാനിക്കും. എങ്ങനെ അവസാനിക്കും ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ലോകം അവസാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു, അത് ഏത് രാജ്യത്ത് പോയാലും നല്ല രീതിയിൽ ജീവിച്ചാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ്. അപ്പോൾ ലോകാവസാനം അടുത്തു, നമ്മൾ യുഗാന്ത്യത്തിലാണ്, ഇനിയിപ്പോൾ എന്തിനാ ചെയ്യണം, ഒന്നും ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞിരിക്കാനല്ല കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വലിയ പാപമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യണം, നന്മയിലായിരിക്കണം നമ്മൾ എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ദർശകനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ആത്മീയ വളർച്ചയ്ക്ക് വലിയ സാധ്യതകളുള്ള ഒന്നാണ്. നാം നമ്മുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ചെന്നെത്തുവാനുള്ള ഒരു ഒരുക്കം മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിലേക്ക് എത്താനുള്ള ഒരുക്കം, ആ ഒരുങ്ങാനുള്ള ഒരു സ്ഥലമാണ് ഈ ഭൂമി. സകദാശയുടെ സന്ദേശങ്ങളിൽ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ മഹനീയ സന്ദർഭം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് പർദീസായിലെത്താം.
അതല്ല, അത് തള്ളിക്കളഞ്ഞാൽ നമ്മെ സഹായിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഇമാക്കുലി സെഗദാശയെ കണ്ടെത്തിയ കഥയാണ് ഇനി കേൾക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആഫ്രിക്കയിലെ റുവാണ്ടയിലെ ഇമാക്കുലിയുടെ ഗ്രാമമാണ് മെറ്റബ. അവിടെ വെച്ച് ഒരു ചെറിയ പെൺകുട്ടിയായിരിക്കുമ്പോഴാണ് ഈ സെഗദാശയെ കാണുന്നത്. ഈ റുവാണ്ടയെക്കുറിച്ച് ആരും അധികം കേട്ടിട്ടില്ല. കേട്ടിട്ടുള്ളത് അവിടുത്തെ നരഹത്യയെക്കുറിച്ചായിരിക്കും. അവിടുത്തെ 1994 നടന്ന ആ രക്തച്ചൊരിച്ചിൽ നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. 10 ലക്ഷം പേരെയാണ് കൊന്നൊടുക്കിയത്. എന്തിനു വേണ്ടിയാണെന്നോ? ഗോത്രങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്നും ഈ കാര്യങ്ങളൊക്കെ സെഗദാശയോട് മാതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നടക്കുമെന്ന്. നമുക്ക് ഇമ്മാക്കുലിയുടെ കാര്യത്തിൽ നോക്കാം. ഇമ്മാക്കുലി ഈ 100 ദിവസങ്ങൾ അവിടെ ഒരു കുടസ് റൂമിൽ ഒരു ടോയ്ലറ്റിൽ ഇരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ ഇരുന്ന ആ കാര്യങ്ങൾ ലെഫ്റ്റ് ടു ടെൽ, ലെഡ് ബൈ ഫെയ്ത്ത്, ഇങ്ങനെ 2 പുസ്തകങ്ങളായിട്ട് ഫുൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ സെഗദാശിനെ കണ്ടുമുട്ടിയ കാര്യമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ ഇമ്മാക്കുലി നല്ലൊരു കുടുംബത്തിലാണ് താമസിച്ചിരുന്നത്, പിറന്നിട്ടുള്ളത്. അതായത് അത്ര ദാരിദ്ര്യമുള്ളതല്ല, എന്നാൽ അധികം സമ്പന്നരുമല്ല. ഇവര് ഈ ഹുട്ടു വർഗക്കാരും ടുട്സി വർഗക്കാരും തമ്മിലാണ് യുദ്ധം. അതിൽ ടുട്സി വർഗത്തിൽപ്പെട്ടതാണ് ഇമ്മാക്കുലിയുടെ വീട്ടുകാർ. അപ്പോൾ ഒരു കന്യാസ്ത്രീ ആവണമെന്ന് വെച്ചിട്ടാണ് ഈ ഇമ്മാക്കുലി ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതിന് പറ്റിയില്ല. പ്രാർത്ഥനകളൊക്കെ ചൊല്ലി, ജപമാല ചൊല്ലി, മാതാവിൻ്റെയും കർത്താവിൻ്റെയും പടങ്ങളൊക്കെ വെച്ച് അവരെ നമ്മുടെ മേശയും അങ്ങനെ വളരെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ഇമ്മാക്കുലി. അങ്ങനെ ഇവരുടെ ഈ ആഫ്രിക്കൻ ഈ രാജ്യത്ത് ഒരു പ്രത്യേകതയുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുറം ലോകമായിട്ടൊരു ബന്ധവുമില്ല. ആകെ ബാറ്ററി ഓടുന്നൊരു ട്രാൻസിസ്റ്റർ റേഡിയോ ആണ് അവർക്ക് പുറം ലോകത്തുമായിട്ടൊരു ബന്ധം. അപ്പോൾ അവരെങ്ങനെയാണ് ഇവരുടെ സമയം ചെലവഴിക്കുക? ഇവരുടെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇവർ ഒന്നുമില്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ ഒന്നിച്ചിരുന്ന് അവർ കാര്യങ്ങൾ പറയും. പകൽ നടന്ന കാര്യം, ഇന്നലെ കേട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇതിന് ഇഗിറ്റ റോമ എന്നാണ് പറയുക, ഈ കഥ പറച്ചിലിന്. അതിൽ അവർക്ക് കുറേ അറിവുകൾ കിട്ടും. അപ്പോൾ അവരവിടെ ആ ട്രാൻസിസ്റ്റർ റേഡിയോയും വയ്ക്കും. അങ്ങനെയാണ് ലോകത്തോടുള്ള ഒരു ബന്ധം. അപ്പോൾ അങ്ങനെ വൈകിട്ട് ഈ റേഡിയോ വയ്ക്കുന്ന സമയത്ത് ഇമാക്കുലി എപ്പോഴും പറയുക, ഈ സെഗദേശ കിബ്ഹോയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങൾ വെച്ച് കൊടുക്കാൻ പറയും. പക്ഷേ ഇവരുടെ സഹോദരന്മാർക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല. അവർ പറയും വല്ല ക്രിക്കറ്റ് കളി അങ്ങനത്തെ വലുതൊക്കെ വെക്കാനായിട്ട്. അങ്ങനെ ഇവർ ഈ റേഡിയോയിലൂടെയാണ് സെഗദേശയെക്കുറിച്ച് കേൾക്കാനായിട്ട് ഒത്തുകൂടുന്നത്. 1980കളിൽ ഈ കിബ്ഹോയിൽ ഗ്രാമപ്രദേശത്ത് ഈശോയും മാതാവും ഒരു 2-3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് ഇവർ കേൾക്കാനിടയാകുന്ന ആദ്യത്തെ. അപ്പോൾ സെഗദാശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടില്ല. എന്നിട്ട് അവർ ഈ പെൺകുട്ടികൾക്ക് സന്ദേശം കൊടുത്തത്, എൻ്റെ രത്ന ചുരുക്കം എന്തായിരുന്നറിയോ? നന്നായി ജീവിക്കുക, കൂടുതൽ നന്നായി ജീവിക്കുക, പാപം ഉപേക്ഷിക്കുക, അവസാന നിത്യജീവിതത്തിലേക്ക് എത്തിച്ചേരാം, ജപമാല ചൊല്ലുക എന്നാണ് പറയുന്നത്. അതുപോലെ മാതാവ് പറഞ്ഞ സന്ദേശത്തിൽ ആസന്ന ഭാവിയിൽ ലോകം നേരിടേണ്ടി വന്നേക്കാവുന്ന ഭയാനകമായ ഇരുണ്ട ദിനങ്ങളെക്കുറിച്ചുള്ള പരാമർശവും മാതാവിൻ്റെ സന്ദേശത്തിലുണ്ടായിരുന്നു. എന്നിട്ട് മാതാവ് പറഞ്ഞു, ഹൃദയങ്ങളിൽ സ്നേഹത്തിന് പകരം വെറുപ്പ് നിറഞ്ഞതിനാൽ അത് ഭൂമിയെ തന്നെ ചീന്തിക്കളയുന്ന മതങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്കും പ്രകൃതിയുടെ താണ്ഡവത്തിലേക്കും നയിക്കപ്പെടും എന്ന് അമ്മ സന്ദേശമായിട്ട് അറിയിച്ചു. അപ്പോൾ ഈ പ്രകൃതിയുടെ വെള്ളപ്പൊക്കവും ഭൂകമ്പവും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ഹൃദയങ്ങളിൽ സ്നേഹത്തിന് പകരം വെറുപ്പ് വെച്ചതുകൊണ്ട്. ഇന്ന് എല്ലാവരുടെ മനസ്സിലും വെറുപ്പാണ്. അങ്ങനെ നിറയുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ
പരിശുദ്ധ അമ്മ 12 വർഷം മുമ്പേ ഈ 1994 നരഹത്യയെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, രക്തപ്പുഴയാണ് ഒഴുകുക, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ട്. നിത്യം ജപമാല ചൊല്ലണമെന്നാണ് അമ്മ പറഞ്ഞത്. വലിയ ഒരു ശക്തമായ മാർഗമാണ് ജപമാല എന്ന്. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും വേണ്ടില്ല, ജപമാല ചൊല്ലിയാൽ വലിയ ദാനങ്ങൾ കിട്ടും, ആത്മീയ ദാനമെന്ന്. പക്ഷേ ഇത്രയും മുന്നറിയിപ്പ് കൊടുത്തിട്ടും റുവാണ്ടയിലെ ജനത ഇതന്ന് വിശ്വസിച്ചില്ല. അത് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അതുമാത്രമല്ല, അന്ന് അവിടെ സ്ത്രീകൾക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സ്ത്രീകൾ, പെൺകുട്ടികൾക്കാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അതിനാൽ അതും ഒരു വിലയില്ലാതെ തള്ളിക്കളഞ്ഞു. പരിശുദ്ധ ദൈവമാതാവ് കിബുഹയിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇമാക്കുലിക്ക് 11 വയസ്സാണ്. അപ്പോൾ അവിടെ ദർശനം കിട്ടിയിരുന്നത് അൽഫോൻസിൻ, അനത്താലി, മാരി ക്ലെയർ എന്ന മക്കൾക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് സെഗദാഷ്യ എന്ന് പറയുന്ന ഈ പയ്യന് കർത്താവ് വെളിപ്പെടുത്തലുകൾ കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ 3 മക്കൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നറിയോ? ആദ്യം കിട്ടിയത് 1951 നവംബർ 28 അൽഫോൻസിൻ എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷെ അതാണെങ്കിലോ ആ പെൺകുട്ടി വന്നിട്ടുള്ളത് വളരെ ദാരിദ്ര്യമായെന്നൊരു അകലെയുള്ളൊരു സ്ഥലത്തു നിന്നും മന്ത്രങ്ങളും തന്ത്രങ്ങളും ചെയ്യുന്ന കൾച്ചറുള്ളൊരു സ്ഥലത്തു നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷെ അവളുടെ അമ്മ അവളെ നന്നായി, അപ്പനില്ലാത്ത കുട്ടിയാണ്, അപ്പോൾ നന്നായി പഠിപ്പിച്ച് അവളെ ആത്മീയ ജീവിതത്തിലേക്ക് വളർത്താനൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ അൽഫോൻസിന് കിട്ടുന്ന ഈ ദർശനങ്ങളൊക്കെ എല്ലാവരും കളിയാക്കുമായിരുന്നു. അവൾക്ക് എന്താ ഉണ്ടാകുന്നറിയോ? ഈ ആദ്യം ഉണ്ടായത് ഉച്ചഭക്ഷണം, ഹോസ്റ്റലിലെ സഹപാഠികൾക്ക് ഉച്ചഭക്ഷണം വിളമ്പുന്നതിനിടെ പെട്ടെന്ന് വീണു, ദിവ്യാനുഭൂതിയിലായിട്ട് പെട്ടെന്ന് വീണു. എന്നിട്ട് കുറേ കാര്യങ്ങൾ അവൾ കാണുകയാണ്. ആ കിടക്കുന്ന സമയത്ത് ആരും അവളെ എന്ത് ചെയ്താലും അവൾ അറിയുന്നില്ല, അവൾ ഏതോ ഒരു ലോകത്താണ്. ആ ദർശനത്തിൽ അവൾ കണ്ട കാര്യം ഇതാണ്. പെട്ടെന്നൊരു മേഘം ഇങ്ങനെ വന്നു, അതിൽ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീനെ കണ്ടു. എന്നിട്ട് അൽഫോൻസിനോട് ചോദിച്ചപ്പോൾ പറയുകയാണ്, ആ സ്ത്രീ നിലം മുട്ടിയിട്ടില്ല, നിലം മുട്ടാതെ നിന്നിരുന്ന് അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുകയായിരുന്നു എന്ന്. അങ്ങനെ ആ സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നു. തുന്നലുകളില്ലാത്ത വെണ്മയേറിയ വസ്ത്രം ആ സ്ത്രീ ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, സ്വർഗത്തിലിരുന്ന അൽഫോൻസിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ കേട്ടു, അങ്ങനെ നിന്നെ ആശ്വസിപ്പിക്കാനാണ് ഞാൻ, വചനത്തിൻ്റെ അമ്മ, ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിലേക്ക് തിരിച്ചു പോണേക്കാളും മുമ്പ് പരിശുദ്ധ അമ്മ ഒരു സന്ദേശം കൊടുത്തു, നിന്റെ സുഹൃത്തുക്കൾക്കും സഹപാഠികൾക്കും നിനക്കുള്ളതുപോലെയുള്ള വിശ്വാസം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വിശ്വാസം തീരെ കുറവാണ്. അങ്ങനെ ബോധം തെളിഞ്ഞപ്പോൾ ഈ അൽഫോൻസിൻ കണ്ടു, ഞാൻ ഭക്ഷണശാലയിൽ കിടക്കുകയാണ്. എല്ലാവരും അവളെ നുണയത്തി, ഭ്രാന്തത്തി എന്ന് വിളിച്ച് കളിയാക്കി. അങ്ങനെ അവളെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്താൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ളൊരു വൈദികന് ഈ പ്രത്യക്ഷപ്പെടലൊക്കെ വലിയൊരു അസഹ്യത ഉണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? അവളുടെ സ്കൂളിലെ തന്നെ വേറൊരു വിദ്യാർത്ഥിനിയായ മാരി ക്ലെയറിനെ ഒരു കാര്യം ഏൽപ്പിച്ചു. ഈ അൽഫോൻസിനെ പരിഹസിച്ച് ഉപദ്രവിച്ച് അവളെ ഈ ദർശനം ഇല്ല എന്ന് പറയിപ്പിക്കണം. അങ്ങനെ ഈ മാരി ക്ലെയർ പല ഉപദ്രവങ്ങളും ചെയ്തു. ദർശനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ വലിക്കുകയും പിടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്ത്, അങ്ങനെ വിരലുകൾ പുറകോട്ട് വളയ്ക്കുക, സൂചി കൊണ്ട് കുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അൽഫോൻസിന് ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ അൽഫോൻസിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജനുവരി 12 പരിശുദ്ധ കന്യക കിബ്ഹോയിൽ സ്കൂളിലെ മറ്റൊരു പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടു. അവളുടെ പേരാണ് 17കാരിയായ അനത്താലി മുഗാമ സിംപാക്ക. അവൾ നല്ല വിശുദ്ധിയുള്ള ജീവിതം നയിച്ച പെൺകുട്ടിയായിരുന്നു. ഇങ്ങനെ ഈ കുട്ടിക്കും കിട്ടിയിട്ടും അൽഫോൻസിൻ്റെ മേലുള്ള ആക്രമണം മാരി ക്ലെയർ തുടർന്നുകൊണ്ടിരുന്നു. പൗലോസ് ലീഹായ്ക്ക് ഈശോ മാനസാന്തരം കൊടുത്തതുപോലെ 1952 മാർച്ച് 1 ഈ മാരി ക്ലെയറിന്
മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം അവൾ വിചാരിച്ചു ഇത് ഈ അൽഫോൻസിനും അനത്തലിയൊക്കെ ചെയ്യുന്ന കുതന്ത്രങ്ങളാണ്. പക്ഷെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സ്വരം കേട്ടതോടുകൂടി അവൾ എല്ലാം വിശ്വസിക്കുകയും പിന്നീട് അവരെ ഉപദ്രവിച്ചതിന് മാപ്പ് പറയുകയൊക്കെ ചെയ്തു. മാതാവിന് വിധേയപ്പെട്ട് ജീവിക്കാം എന്നും അവൾ അമ്മയോട് പ്രോമിസ് ചെയ്തു. അങ്ങനെ ഉപദ്രവിച്ച ആൾക്കും മാതാവ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെ 3 പെൺകുട്ടികൾക്കാണ് മാതാവ് കിബ്ഹോയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരു പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ അമ്മയെ കാണുന്നുണ്ട് എന്ന് ആ ദർശനം കിട്ടുന്ന സമയത്ത് ലോകത്തിന് മുഴുവൻ അറിയാം, അവരുടെ മുഖഭാവം കണ്ടാൽ. അങ്ങനെ ഇത് കേട്ടറിഞ്ഞ് കിബ്ഹോയിലേക്ക് ജനങ്ങളുടെ വലിയൊരു പ്രവാഹമായി. അവസാനം 10,000ങ്ങളായി കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ സ്കൂൾ അധികൃതരും കത്തോലിക്ക സഭാധികാരികളും ആലോചിച്ച് ഒരു ഉയർന്ന സ്റ്റേജ് ഉണ്ടാക്കി, എല്ലാവർക്കും കാണാനും കേൾക്കാനും. അങ്ങനെ റുവാണ്ടയിലെ കിബ്ഹോയിലേക്ക് ആളുകളിങ്ങനെ വരാൻ തുടങ്ങി. പക്ഷേ ചില ആൺകുട്ടികൾ പറഞ്ഞു അവരെ ശ്രദ്ധിക്കാൻ ആൺപിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കെട്ടിച്ചമച്ച് കഥയുണ്ടാക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടവരാണ് ഇമ്മാക്കുലിയുടെ സഹോദരങ്ങൾ. കാരണം അന്ന് സ്ത്രീകൾക്ക് അവിടെ വിലയൊന്നുമില്ല. അപ്പോൾ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും വിലയില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് കേട്ടപ്പോൾ കഠിനമായ എതിർപ്പായിരുന്നു. ഇമ്മാക്കുലിയുടെ സഹോദരന്മാർ പറയുകയാണ് ഈ പെൺകുട്ടികളൊക്കെ ഒന്നുകിൽ കുടിച്ച് ലഹരിയിലാവും, അല്ലെങ്കിൽ അവർ വുഡു എന്ന ആഫ്രിക്കൻ മന്ത്രവാദം ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും. അപ്പോൾ ഇമ്മാക്കുലിയുടെ ഡാഡി പറയും മിണ്ടാതിരിക്കുക. ഡാഡിയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനാണ്, ഇമ്മാക്കുലിയും പരിശുദ്ധ അമ്മയുടെ ഭയങ്കര ഭക്തയാണ്. അപ്പോൾ ഡാഡി പറയും മിണ്ടാതിരിക്കുക. എന്നിട്ട് ഇമ്മാക്കുലി കാണുന്ന ഈ റേഡിയോ മെസ്സേജിൽ കേൾക്കാൻ പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സെഗദേഷ്യ എന്നു പേരുള്ള ബാലന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് കേൾക്കുന്നത്. അതോടുകൂടി ഇമ്മാക്കുലിയുടെ സഹോദരന്മാരുടെ വായടഞ്ഞു. ആൺകുട്ടികൾക്കും ഇത് കിട്ടാൻ തുടങ്ങി. പിന്നീട് അവർ ഇതിൻ്റെ ഏറ്റവും വലിയ ശിഷ്യരായി തീർന്നു എന്ന് പറയാം. സെഗദേഷ്യയുടെ ഈ സന്ദേശങ്ങൾക്ക് അത്രമാത്രം അവർ ആഗ്രഹിച്ച് പോരുന്ന വ്യക്തികളായിട്ട് മാറി. അപ്പോൾ അന്നത്തെ അവിടെയുള്ള പുരോഹിതനുണ്ട്, ഫാദർ റൊഗേമ. ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് സെഗദേഷ്യയെക്കുറിച്ചുള്ള കുറേ വിവരങ്ങളും സെഗദേഷ്യയുടെ സന്ദേശങ്ങളുടെ ടേപ്പും ഒക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ ഇമ്മാക്കുലി കേൾക്കാനിടയായിട്ടുണ്ട്. കാരണം ഇമ്മാക്കുലിയുടെ ഡാഡി ഈ കിബ്ഹോയിലേക്ക് പല പ്രാവശ്യം പോയിട്ടുണ്ട് സെഗദേഷ്യയുടെ ദർശനങ്ങൾ കിട്ടുന്നത് കാണാനായിട്ട്. അങ്ങനെ ആ സമയത്ത് അവരവിടെ നിന്ന് കണ്ട് എല്ലാം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഈ ഫാദർ അതിൻ്റെ ടേപ്പ് മുഴുവൻ സെഗദേഷ്യ ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ ടേപ്പിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറ്റാവുന്നവർക്കൊക്കെ ഈ ഫാദർ കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഈ സെഗദേഷ്യയുടെ സംസാരം ഇമ്മാക്കുലി കേൾക്കുകയാണ്. ജനക്കൂട്ടത്തിൻ്റെ ആരവം കേട്ടു. ഈ ടേപ്പിൽ കേൾക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സെഗദേഷ്യ ഈശോയെ ബഹുമാനപൂർവ്വം സംബോധന ചെയ്യുന്ന മൃദുസ്വരം കേൾക്കാനിടയായി. ഇങ്ങനെയാണ് കേട്ടത്: അതെ പ്രഭു, ഞാൻ അവരോട് പല പ്രാവശ്യം പറഞ്ഞു, ഇല്ല കർത്താവേ, അവരത് ശ്രദ്ധിക്കുന്നില്ല. അവർ അത്ഭുതം കാണണമെന്ന് സദാ ശഠിക്കുന്നു. അവിടുന്ന് എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് ഈശോയെ ഒരടയാളമോ അത്ഭുതമോ കാണാതെ അവർ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നു. ഇത് സെഗദേഷ്യ ഈശോയോട് പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശക്തമായൊരു ഇടിവെട്ടിൻ്റെ ശബ്ദം കേട്ടു. അത് ഈ സ്പീക്കറിലൂടെ ഇവൾ കേൾക്കണം, അന്നുണ്ടായ കാര്യം, അത് പ്രത്യക്ഷപ്പെട്ട സമയത്ത്. അങ്ങനെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഭയങ്കര ബഹളങ്ങളും കരച്ചിലും ഒക്കെ ഉയർന്നു വന്നു. ആ ഇടിവെട്ടിലെല്ലാവരും മരിച്ചു എന്ന് അവർ വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ സെഗദേഷ്യയുടെ സ്വരം കേട്ടു. ഈശോ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സന്താനങ്ങൾ ഉപദ്രവിക്കുന്ന ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അമ്മമാരൊന്നും ഭയപ്പെടേണ്ട. നിങ്ങൾ അർത്ഥമില്ലാതെ അത്ഭുതങ്ങൾക്ക് വേണ്ടി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് പറയാണ് ഈശോ, നിങ്ങളുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമല്ലേ? മാതൃഗർഭത്തിലിരിക്കുന്ന ശിശു ഒരു അത്ഭുതമല്ലേ? അമ്മയുടെ സ്നേഹം ഒരു അത്ഭുതമല്ലേ? ക്ഷമിക്കുന്നൊരു ഹൃദയം അത്ഭുതമല്ലേ? നിങ്ങളുടെ ജീവിതം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്.
പലപ്പോഴും ഞാനിത് ചിന്തിക്കാറുണ്ട്. നമ്മുടെ ശരീരം തന്നെ വലിയൊരു അത്ഭുതമാണ്. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തുമാത്രം അവയവങ്ങളാണ് സെറ്റ് ചെയ്ത് ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ളത്. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ എൻ്റെ ആമാശയം ഇല്ലാതെ ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ഒരു അത്ഭുതമാണെന്ന് നിങ്ങൾക്ക് തോന്നുക. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട് കേട്ടോ. കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ട്, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ശരീരമാണ് നമ്മുടെ. അപ്പോൾ വേറെ എന്തനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ ഈ ശരീരം തന്നതിന് നമ്മൾ എത്രയോ നന്ദി പറയണം. എൻ്റെ പോലെ ആമാശയില്ലാതെ, അതല്ലെങ്കിൽ മറ്റു പലരുടെ പോലെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നു, യൂട്രസ് റിമൂവ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അവയവങ്ങളുമുള്ള നിങ്ങളുടെ ശരീരം തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈശോ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കണം, നിങ്ങൾ പിതാവിൻ്റെ സ്നേഹം സ്വീകരിക്കണം. എന്നിട്ട് പറയാണ്, ഏറെ പേർക്കും നിങ്ങൾക്ക് വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മ നിങ്ങളെ സർവശക്തനിലേക്ക് തിരിച്ചോളൂ. എന്നിട്ട് പറയാണ്, അത്ഭുതങ്ങൾ ദർശിക്കാൻ ആകാശത്തിലേക്ക് നോക്കിയിരിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിനായിട്ട് തുറക്കണം. യഥാർത്ഥ അത്ഭുതം നടക്കുന്നതും ഹൃദയത്തിലാണ് എന്ന്. അങ്ങനെ ഈ സന്ദേശങ്ങളെല്ലാം ടേപ്പിലൂടെ ഇമ്മാക്കുലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. 8 മാസം കഴിഞ്ഞപ്പോൾ ഇമ്മാക്കുലിക്ക് മനസ്സിലായി ആ പ്രദേശത്തുള്ളവർക്കൊക്കെ എന്തോ ഒരു മാറ്റം വന്നിരിക്കുന്നു ഈ സന്ദേശങ്ങൾ കേട്ടിട്ടാണ്. കാരണം എല്ലാവരും പറയുന്നുണ്ട്, ഈ പയ്യൻ ഇവൻ എങ്ങനെയൊക്കെ പറയുന്നത്, ഇവൻ തികച്ചൊരു വിജാതീയനല്ലേ, അവൻ ഈശോയെക്കുറിച്ച് ഇന്നത് കേട്ടിട്ടേ ഇല്ല, അവൻ എത്ര ആധികാരികമായിരുന്നു സംസാരിക്കുന്നത് എന്ന് അവിടെ സംസാരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എന്നിട്ട് ഒരു പ്രാവശ്യം അവൻ സന്ദേശമായിട്ട് ഈശോയിൽ നിന്ന് കിട്ടിയത് ഇതായിരുന്നു: നിങ്ങളുടെ ഹൃദയങ്ങൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവകാരുണ്യം നിങ്ങൾക്ക് നിരസിക്കപ്പെടുകയില്ല. ഭൂമിയിലെ ജീവിതം ഒരു നിമിഷത്തേക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കണം, ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ സ്നേഹം അഭിനയിക്കുന്നവർക്കും അതുപോലെ ഭക്തി അഭിനയിക്കുന്നവർക്കും ഒന്നും സ്വർഗത്തിൽ പ്രവേശനമില്ല. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്നും വരണം ഇത്. കർത്താവിന് നമ്മളോടുള്ള സ്നേഹം വളരെ അനന്തമാണ് എന്നാണ് പറയുന്നത്, വിവരിക്കാൻ പറ്റില്ല. അങ്ങനെ കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ സന്താനങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമ്മളെപ്പോഴാണ് കർത്താവെ എന്ന് വിളിക്കുന്നത് അതും കാത്തിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഇടം കൊടുക്കണം. അവസാന വിധി ദിവസം ദൈവം ഓരോരുത്തരെയും തൻ്റെ ജീവിതം മുഴുവൻ കാണിച്ചു കൊടുക്കും. അപ്പം നമുക്ക് മനസ്സിലാകും നമ്മുടെ വിധിയുടെ ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണെന്ന്. ദൈവം നിങ്ങളുടെ പാപങ്ങൾ കാണുന്നില്ലെന്ന് കരുതരുത് എന്നാണ് പറയുന്നത്. അധികം സമയം ഇനിയില്ല, അതുകൊണ്ട് അനുദപിക്കണമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് 20 പേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിലേക്ക് എടുക്കാം. ലോകാവസാനം ഇന്നോ നാളെയോ മറ്റന്നാളോ നടന്നോട്ടെ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ എല്ലാ ത്യാഗപ്രവൃത്തികളെല്ലാം അതെല്ലാം നമ്മൾ ഈ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കണമെന്നാണ് പറയുന്നത്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും കൃപകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, റുവാണ്ടയിൽ നടന്ന ക്രൂരമായ നരഹത്യ, അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സകല സന്ദേശങ്ങളും ദർശനങ്ങളും കർത്താവ് പറയുന്നു, പരിശുദ്ധ അമ്മ തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും കൃപകളും നിങ്ങളുടെ മേൽ ചൊരിയുകയും ചെയ്യും. അങ്ങനെ കിബിഹോയിലെ സ്റ്റേജിൽ സെഗദാഷിക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ സന്ദേശം ഈ ഫാദർ ഇവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. എല്ലാവരും ഈ സന്ദേശം കേൾക്കാനായിട്ട് ഒത്തുകൂടുമെന്നാണ് പറയുന്നു. എല്ലാവർക്കും ഒരേ ഒരു കാര്യമുള്ളൂ, ഒരൊറ്റ ദിവസം ഒരു വിദ്യാലയത്തിൽ പോവാത്ത ഇവന് എങ്ങനെ ഇത്ര അറിവുണ്ടായി എന്ന്. പ്രിയ കൂട്ടുകാരെ, നമുക്ക്
ഈശോനാഥൻ പറഞ്ഞ സന്ദേശങ്ങൾ ഓർക്കുക. നമ്മുടെ ജീവിതം നന്നാക്കണം, നമ്മുടെ സംസാരം നന്നാക്കണം, നമ്മുടെ നോട്ടം നന്നാക്കണം, ജീവിതം മൊത്തം മാറ്റിമറിക്കണം. അതാണ് ഈശോയും മാതാവും ആഗ്രഹിക്കുന്നത്. കിബുഹോയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതും അത് തന്നെയാണ്. അടുത്ത ദിവസം നമുക്ക് ഈശോയും സെഗദാശയും തമ്മിൽ പറഞ്ഞ യുഗാന്ത്യത്തിൻ്റെ കാര്യങ്ങൾ, ലോകാവസാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. 40 നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലി നമ്മൾ ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണം. പ്രിയ കൂട്ടുകാരെ, റുവാണ്ടയിലെ പോലെ പല സ്ഥലത്തും കൊല്ലപ്പെട്ട ആ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.